അസ്സലാമു അലൈക്കും. അബ്ദുൽ കാസറോടാണ്. ഇതിനു മുമ്പ് ഞാൻ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ പല രൂപത്തിൽ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ ബീഹാറിൽ തോറ്റുന്നതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ എന്നെ തെറി പറഞ്ഞു. ഏതായാലും എന്തുകൊണ്ട് ഈ ബീഹാറിൽ അവിടെ കോൺഗ്രസ് ഇത്രയും അമ്പരെ പരാജയപ്പെടാനുള്ള കാരണമെന്ന് ഏതായാലും നമ്മുടെ സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാവും. വീഡിയോയിലേക്ക് പോകാം, അതിനുശേഷം ഞാൻ ബാക്കി പറയാം. മുസ്ലിങ്ങളെ കുറിച്ചുള്ള വിഷം തുപ്പലാണത്. പച്ച വർഗീയത. BJP നേതാക്കന്മാർ മൈക്കിനു മുന്നിലും ചാനൽ ക്യാമറയ്ക്ക് മുന്നിലും തൊള്ള തുറന്ന് വമിപ്പിച്ച കാളകൂട വിഷം മാത്രമല്ല, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും എല്ലാം ബീഹാറി വോട്ടർമാർക്കിടയിൽ പറന്നു നടന്ന മുസ്ലിം വിരുദ്ധ വിഷം കലക്കലുകൾ ബീഹാറിനെ സംഘി പ്രോജക്ടിന് പാകമാക്കാൻ വേണ്ടി പണിയെടുത്തു. 10 വർഷം മുമ്പായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിത്തരിക്കുമായിരുന്നു ഇത്തരം കഥകൾ കേട്ടാൽ. എന്നാൽ ഇന്ന് ഇതൊക്കെ കണ്ട ഇതൊക്കെ എന്ത് എന്ന് ഉറപ്പായും കരുതുന്ന തരം കൊടും വിദ്വേഷം വമിപ്പിക്കുന്ന ഇമേജുകളും വീഡിയോകളും മീമുകളും കാർട്ടൂണുകളെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പൗരത്വം എന്ന വിഷയം വീണ്ടും സെന്റർ സ്റ്റേജിൽ എത്തിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ SIR പരിഷ്കരണത്തിന്റെ മറവിലാണ് ഈ കാളകൂട വിഷപ്രചാരണം അരങ്ങു തകർത്ത് ആടി തിമിർത്തത്. SIR കാരണം വോട്ടില്ലാതായ ലക്ഷക്കണക്കിന് മനുഷ്യരെല്ലാം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പരിഹസിക്കുന്നതിന്റെ മറവിലാണ് പച്ചയായ മുസ്ലിം വിദ്വേഷ പ്രചാരണം നടന്നത്. പ്രവാസി ഇന്ത്യക്കാരുടെ മുൻകൈയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഫൗണ്ടേഷൻ ഡയസ്പോറ ഇൻ ആക്ഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾക്കെതിരെ ആസൂത്രിതമായി നടത്തിയ ഈ പ്രചാരണ ക്യാമ്പയിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏതാണ്ട് 1 കോടിയോളം ഫോളോവേഴ്സ് ഉള്ള 211 സോഷ്യൽ മീഡിയ പേജുകളെയും ഓൺലൈൻ ഗ്രൂപ്പുകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തിയത്. മുസ്ലിങ്ങൾ നിയമവിരുദ്ധ പൗരന്മാരാണെന്നും അവർ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പുറത്താക്കപ്പെടേണ്ടവരാണെന്നുമുള്ള സംഘീയ മുൻവിധികളെ നോർമലൈസ് ചെയ്യുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഈ ഹേറ്റ് ക്യാമ്പയിനുകൾ എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. വ്യക്തമായ രേഖകൾ ഹാജരാക്കിയില്ല എന്ന കാരണത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും നാട് കടത്തിയ മനുഷ്യരെല്ലാം നിയമവിരുദ്ധ പൗരന്മാരാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ഈ വിദ്വേഷ പ്രചാരണ പേജുകളിലൂടെ സംഘികൾ ശ്രമം നടത്തിയത്. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണ് സംഘി ക്യാമ്പയിനുകൾ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ രേഖകൾ ഇല്ലാത്ത കാരണത്താൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കിയവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് കമ്മീഷന്റെ ഡാറ്റകളിലില്ല. അതോടൊപ്പം വോട്ടില്ലാതായവരിൽ എത്ര പേരാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നും അവർ വോട്ട് ചെയ്യേണ്ടതില്ല എന്നും ധ്വനിപ്പിക്കുന്ന വിധത്തിൽ സംഘികൾ വിഷം തുപ്പിയത്. 2 ലക്ഷ്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ വിഷം തുപ്പലുകളിൽ ഉന്നമിട്ടതെന്നാണ് മുകളിൽ സൂചിപ്പിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത്. 1, മുസ്ലിങ്ങൾ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറിയ വിദേശികളും നുഴഞ്ഞുകയറ്റക്കാരുമാണെന്ന് പ്രചരിപ്പിച്ച് ഇവരെ പുറത്താക്കുന്നതിന് ദേശസ്നേഹ പ്രവർത്തനമാണെന്ന പ്രതീതി സൃഷ്ടിക്കുക. 2, നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടുകൾ എന്ന കൗണ്ടർ നറേറ്റീവിലൂടെ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ എതിർക്കുന്നത് ദേശവിരുദ്ധമാണെന്ന മനോഭാവം വളർത്തുക. ബീഹാറിലെ മനുഷ്യർക്കിടയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ പൗരാവലിക്ക് മുന്നിലും ഈ 2 ലക്ഷ്യങ്ങൾക്കായി വിദ്വേഷ പ്രചാരണം കാര്യമായി രാജ്യം മുഴുവൻ ഉപയോഗിക്കപ്പെട്ടു. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിരുദ്ധതയുടെ അടിയൊഴുക്ക് സൃഷ്ടിക്കാൻ വലിയ പങ്ക് വഹിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് മുസ്ലിങ്ങളെ നുഴഞ്ഞു നയറ്റക്കാരായി ചിത്രീകരിച്ച, അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കണമെന്ന് കരുതി തന്നെ പ്രചരിപ്പിച്ച ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചിലത് ഒന്ന് പരിശോധിച്ചു പോകാം. ഇത് ചരിത്രമാണ്, നമ്മൾ രേഖപ്പെടുത്തണം. ഈ ചിത്രം നോക്കൂ. അസം BJPയുടെ ഔദ്യോഗിക X അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ബീഹാർ റിസൾട്ട് കാണുന്ന കോൺഗ്രസുകാരൻ എന്നാണ് അടിക്കുറിപ്പിലുള്ളത്. കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയി ആണിത്. അദ്ദേഹത്തിന്റെ വേഷം പച്ച, ഒപ്പം നീണ്ട താടി, പച്ച തലക്കെട്ട്. മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ ആസാമിലെ സംഖ്യകൾ ഉപയോഗിക്കുന്ന ഒരു വളരെ നിന്ദ്യമായ ഒരു വാക്കാണ് ഗൊഗോയെ വിശേഷിപ്പിക്കാൻ ഈ പോസ്റ്റിൽ ഉപയോഗിച്ചത്. വോട്ട് के लिए घुसपैठियों का साथ विपक्ष का असली चेहरा. 2, നുഴഞ്ഞുകയറ്റം തടയുന്നതിന് ദേശസ്നേഹികൾ അതിർത്തികൾ കാവൽ നിൽക്കുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് കുഴലൂതുകയാണ് പ്രതിപക്ഷ കക്ഷികൾ എന്നാണ് വൈറലായ ഈ വീഡിയോയിൽ പറയുന്നത്. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും വോട്ടർ പട്ടികയിലേക്കുള്ള അവരുടെ വരവ് നുഴഞ്ഞുകയറ്റമാണെന്നുമുള്ള സന്ദേശം നൽകുന്ന ഈ വീഡിയോ BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് പ്രചരിപ്പിച്ചത്. അടുത്തത് BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിൽ വന്നത്.
ഒന്ന് കോൺഗ്രസ്സുകാര് ബാലറ്റ് മോഷണം നടത്തി ഇന്ന് അവര് നുഴഞ്ഞു കയറ്റക്കാർക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ ഇമേജിൽ പറയുന്നത്. ആദ്യ ചിത്രത്തിൽ 2 ടിപ്പിക്കൽ ഗദർധാരികളാണുള്ളത്. രണ്ടാമത്തെ ചിത്രം നോക്കൂ, അതിൽ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമാണിത്. തേജസ്വിയുടെ തലയിൽ ഒരു കുട്ട, അതിലൊരാള് മൈലാഞ്ചി ഇട്ട താടി, വെള്ള തൊപ്പി, ടിപ്പിക്കൽ മുസ്ലിം രൂപം. അയാളുടെ അടിക്കുറിപ്പ് നുഴഞ്ഞു കയറ്റക്കാരൻ എന്നാണ്. തേജസ്വിക്ക് പുറകിൽ രാഹുൽ അവർക്ക് വീശിക്കൊടുക്കുന്നു. മുസ്ലിം എന്നാൽ നുഴഞ്ഞു കയറ്റക്കാരാണെന്നും അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്നും പ്രതിപക്ഷം ആ അവകാശം നുഴഞ്ഞു കയറ്റക്കാർക്ക് നേടിക്കൊടുക്കുകയാണെന്നുമാണ് ഇതിലൂടെ പച്ചയായി പറയുന്നത്. അടുത്ത ചിത്രം നോക്കൂ, BJPയുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ വന്ന മറ്റൊരു പോസ്റ്റാണിത്. രാഹുൽ ഗാന്ധിയും തേജസ്വിയും തന്നെയാണ് ഇതിലുമുള്ളത്. 2 പേരും ചേർന്ന് ഒരു കുട്ടയിൽ 2 മുസ്ലിം പുരുഷന്മാരെയും ഒരു മുസ്ലിം സ്ത്രീയെയും കൊണ്ടുപോകുന്ന തരത്തിൽ നുഴഞ്ഞു കയറ്റക്കാരെ പ്രതിപക്ഷ നേതാക്കൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോകുന്നു എന്നാണ് ഇതിന്റെ ടെക്സ്റ്റ്. ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശങ്ങൾ വിറ്റ് കോൺഗ്രസും സഖ്യകക്ഷികളും നുഴഞ്ഞു കയറ്റക്കാരുടെ വോട്ടുകൾ വാങ്ങുന്നു എന്നാണ് BJP വ്യാപകമായി പ്രചരിപ്പിച്ച ഈ ചിത്രത്തിൽ പറയുന്നത്. അടുത്ത ചിത്രത്തിൽ BJPക്കായി വിദ്വേഷ പ്രചാരണം നടത്തുന്ന 2 സോഷ്യൽ മീഡിയ പേജുകളിൽ പാൽത്തു, പാൽത്താൻ, പോളിറ്റ്യൂൺസ് എന്നിവ. ഈ വോട്ടെണ്ണൽ ദിവസം പോളിറ്റ്യൂൺസ് പ്രസിദ്ധീകരിച്ച ഈ ചിത്രം നോക്കൂ. നീണ്ടു നിവർന്നു കിടക്കുന്ന മഹാസഖ്യത്തിന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്ന മുസ്ലിമിനെ നോക്കൂ. അയാളുടെ പച്ചക്കുപ്പായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ എന്നാണ്. അടുത്ത ചിത്രം അതിലും അപകടകരമാണ്. BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച ഈ ചിത്രം ഇതിൽ മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ സമ്പത്ത് തിന്നുമുടിക്കുന്ന എലികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് എന്ന് എഴുതിയ ചാക്കിൽ നിന്നും കട്ട് തിന്നുന്ന ഒരു എലിയാണ് ഈ ചിത്രത്തിലുള്ളത്. വെറും എലിയല്ല, അതിന് വെള്ള തൊപ്പിയുണ്ട്, താടിയുണ്ട്. അതിനെ തൂക്കിയെടുത്ത് എന്റെ രാജ്യം വിട്ടുപോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് എറിയുകയാണ് നരേന്ദ്രമോദി. അന്നേരം എന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി. മുസ്ലിം സമം നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഈ ചിത്രം. അടുത്ത ചിത്രത്തിൽ ഇതിലും വൃത്തികെട്ടതാണ്. തേജസ്വി യാദവിന്റെ വായിൽ മൂത്രമൊഴിക്കുകയാണ്. മൈലാഞ്ചിയിട്ട താടിയും വെള്ള തൊപ്പിയുമുള്ള ഒരാൾ. അയാളുടെ മേൽ വോട്ട് ബാങ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി പ്രതിപക്ഷം എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും മുസ്ലിം വിദ്വേഷമാണ് ഈ മീമിന്റെയും പ്രധാനപ്പെട്ട ഉന്നം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പോളിറ്റ്യൂൺസ് പോസ്റ്റ് ചെയ്ത ഒരു റീലാണിത്. ഇതിൽ കുറെ നായകൾക്ക് തീറ്റ കൊടുക്കുന്ന രാഹുൽ ഗാന്ധി തൊപ്പിയും താടിയുമുള്ള ഈ നായകൾക്ക് മേൽ റോഹിംഗ്യകൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത നിമിഷം അവിടേക്ക് റോഹിംഗ്യ സ്ക്വാഡ് എന്ന വണ്ടി വരുന്നുണ്ട്. അത് ഓടിക്കുന്ന അമിത്ഷായാണ്. നായകളെ പെറുക്കി വണ്ടിയിലിട്ട് ബംഗ്ലാദേശിലേക്ക് തട്ടുകയാണ് അമിത്ഷാ. മുസ്ലിം എന്നാൽ നുഴഞ്ഞു കയറ്റക്കാർ എന്ന സംഘീയ ക്യാമ്പയിൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു തരം സാധനം. മുസ്ലിങ്ങളെ എലികളായി ചിത്രീകരിക്കുന്ന അടുത്ത ഇമേജ് നോക്കൂ. ഡിറ്റക്ടിംഗ്, ഡിലീറ്റിംഗ്, ഡീപ്പോർട്ടിംഗ്. കണ്ടെത്തുന്നു, നീക്കം ചെയ്യുന്നു, നാടുകടത്തുന്നു എന്നിങ്ങനെ എഴുതിയ 3 ഭാഗങ്ങളായാണ് ഇതിൽ ചിത്രീകരണം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡിറ്റക്ടിംഗ്, ഡിലീറ്റിംഗ്, ഡീപ്പോർട്ടിംഗ് എന്ന പ്രയോഗം നേരത്തെ നടത്തിയതോർത്താൽ ഇതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് പിടികിട്ടും. താടിയും തൊപ്പിയുമുള്ള എലികളെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അമിത്ഷാ നാട് കടത്തുന്നതുമാണ് ഈ ചിത്രത്തിലുള്ളത്. പോളിറ്റ്യൂൺസ് എന്ന സംഘി പേജ് തന്നെയാണ് ഇതിന്റെയും പിന്നിൽ. പാൽത്തു പാൽത്താൻ എന്ന സംഘി പേജിന്റെ ചിത്രമാണ് അടുത്തത്. ഇതിൽ ഒരു ആപ്പിള്, ഒരു പുഴു. പുഴുവിന് തൊപ്പിയുണ്ട്, താടിയുണ്ട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നെഴുതിയ ആപ്പിളിൽ നിന്നും മുസ്ലിം രൂപമുള്ള പുഴുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെഴുതിയ ഒരു കൈ പുറത്തേക്ക് എടുത്ത് കളയുന്നതാണ് ഈ കാർട്ടൂൺ. അടുത്തതിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ തലയോട്ടി തുറക്കുമ്പോൾ കാണുന്നത് ജിഹാദ് എന്നെഴുതിയ ഈച്ച പറക്കുന്ന മലമാണ്. പാൽത്തു പാൽത്താൻ എന്ന സംഘി പേജ് വ്യാപകമായി പ്രചരിപ്പിച്ച ഇമേജിന്റെ അടിക്കുറിപ്പ് ഇതാണ്. ഷാഹിദ് അഫ്രീദി രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നു. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരന്റെ പരാമർശം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുകയും മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നതുമാണ് ഈ പോസ്റ്റ്. അടുത്ത ചിത്രത്തിൽ മോദി ഫോർ ന്യൂ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ച വീഡിയോ ആണ്. കോൺഗ്രസ് വോട്ട് ചെയ്യാൻ വേണ്ടി വിദേശികളെ നുഴഞ്ഞു കടത്തുന്നതായിട്ടാണ് ഈ ചിത്രം പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് വോട്ടർ ഐഡികൾ നൽകിയതായി ഈ സംഘി പോസ്റ്റ് പ്രചരിപ്പിക്കുന്നു. SIR പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഒരു മുസ്ലിമിനെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ സഹായിക്കുന്നതായും തെരഞ്ഞെടുപ്പ് ഓഫീസർ അയാളെ പിടികൂടുന്നതായും മറ്റൊരു വീഡിയോയിൽ കാണാം. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റുന്നതും കോൺഗ്രസ് ഗാർഡ് അവർക്ക് പ്രവേശനം അനുവദിക്കുന്നതും വോട്ടർ ഐഡിയും ആധാർ കാർഡും നൽകുന്നതും ചെയ്യുന്നതാണ് പോളിറ്റ്യൂൺസ് പുറത്തിറക്കിയ മറ്റൊരു അപകടകരമായ റീൽ. പോളിറ്റ്യൂൺസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ. രാഹുൽ ഗാന്ധിയുണ്ട്, യാദവ് ഉണ്ട്, നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്ന ലേബൽ ചെയ്ത തൊപ്പിയും താടിയുമുള്ള മുസ്ലിം പുരുഷന്മാരെ രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പിൽ
വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത് SIR എന്ന ടാഗുമായി നിന്ന നരേന്ദ്രമോദി അവരെ തടയുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. അവസാനമായി ഒരു ചിത്രം കൂടെ കാണിച്ചുകൊണ്ട് നിർത്താം. 2 പാറക്കെട്ടുകൾ, നടുക്കൊരു പാലം. ഒരു പാറക്കെട്ടിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ പാറക്കെട്ടിൽ ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരനുമായിട്ട് പോകുന്ന കോൺഗ്രസുകാരെ കാണിക്കുന്ന ചിത്രത്തിൽ നരേന്ദ്രമോദിയെ കാണാം. പാലം മുറിച്ചു കളഞ്ഞ് നുഴഞ്ഞുകയറ്റം നിർത്തിച്ച നരേന്ദ്രമോദി താഴെ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന അഭയാർത്ഥി എന്ന ലേബലിട്ട കാവി കുപ്പായക്കാരനെ രക്ഷിക്കുകയാണ്. SIR ലക്ഷ്യമിടുന്നത് എതിർപ്പുകൾ കാരണം പൂട്ടിവെച്ച പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് എന്നാണ് ഈ സംഘി കാർട്ടൂൺ ഉറക്കെ വിളിച്ചു പറയുന്നത്. മുസ്ലിങ്ങളെ ആക്രമണകാരികളായോ അക്രമകാരികളായോ ഒക്കെ ചിത്രീകരിക്കുന്ന ഹീനമായ വിഷം കലക്കൽ ഇവിടെ അവസാനിക്കുന്നില്ല. ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്ന അനവധി മീമുകളാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. മുസ്ലിം പൗരത്വത്തെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പ്രചാരണം അരങ്ങു തകർത്തത്. ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ബീഹാറിൽ ജനിച്ചവർ പോലും മുസ്ലിം ആണെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുകയാണ് ഇവരുടെ ഈ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം വേണ്ടെന്നും അവർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നുമാണ് ഇവയെല്ലാം ഒരേ ഒരു സ്വരത്തിൽ പറയുന്നത്. കോൺഗ്രസ് മുസ്ലിങ്ങളെ വോട്ട് ബാങ്ക് ആക്കുന്നത് തടയാനുള്ള നടപടിയാണ് SIR എന്ന വിഷപ്രചാരണത്തിലൂടെ ഇവർ പറയുന്നു. അപകടകരമായ ഈ വിദ്വേഷ പ്രചാരണം തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ലക്ഷ്യമിടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഇവ എത്തിപ്പെടുന്നത് ബീഹാറുകൾക്കിടയിൽ മാത്രമല്ല, നമുക്ക് കിട്ടി. അവ ഇന്ത്യയുടെ മതേതരത്വത്തെയും സമഭാവനയെയും ബഹുസ്വരതയും മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മുസ്ലിങ്ങളെ അപരന്മാരാക്കി വേട്ടയാടണമെന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു ക്യാമ്പയിനായി മാറുകയാണ് ഈ ചിത്രങ്ങൾ. കണ്ടില്ലേ, അവർ വോട്ട് പിടിക്കാൻ വേണ്ടി ഏതെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞത്. എന്നാൽ ഈ ഒരു വാർഡ് അടിസ്ഥാനത്തിൽ പോലും പ്രചരണങ്ങൾ നേരെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സത്യമല്ലേ പറഞ്ഞതൊക്കെ? ഇങ്ങനെ ജനങ്ങൾ വോട്ട് തരൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതാ ഭരണഘടൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ആര് വോട്ട് തരാൻ? അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ എങ്ങനെയായിട്ട് വോട്ട് പിടിക്കേണ്ടത്? ഓരോ ആളുകളുടെയും ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപയാണ് മോഡി ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത്. ഇതെല്ലാ തട്ടിപ്പും എല്ലാ വേണ്ടായ്മകളും കണ്ടിട്ട് പോലും അതിനെതിർത്തൊരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കഴിയാത്ത കോൺഗ്രസ് എങ്ങനെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. വീട്ടിലെന്തെങ്കിലും ആരെങ്കിലും തരുമോ? അല്ലെങ്കിൽ ജോലി ചെയ്യാതെ കണ്ട് ആർക്കും ശമ്പളം കൂലി തരുമോ? പ്രയത്നിക്കാതെ എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് വിയർക്കാൻ പറ്റൂല. ഭാവിയിൽ എങ്ങനെയും കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ഈ സാഹചര്യം കണ്ടാലൊന്നും നമുക്ക് തോന്നുന്നില്ല. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം, ഇതാണ് ഞാൻ സത്യം പറഞ്ഞത്. അതുകൊണ്ട് എന്നെ വിമർശിക്കാൻ നിൽക്കാനല്ല വേണ്ടത്. കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ശരിക്കും പ്രയത്നിക്കണം, എന്നാലേ കഴിയും. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോയി ഇലക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ, ഒന്ന് ഉയർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പൊക്കെ അതൊക്കെ ചിലപ്പോൾ മാർഗി സുവാർ പിടിച്ചിട്ട് കൊണ്ടുപോകും, ഉറപ്പാണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീടുകൾ എല്ലാവർക്കും അവസരം വേണ്ടി.